ഹായ് പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ കരിയറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ കരിയറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊരു ആത്മവിശ്വാസം തന്ന് ടോപ്പിക്കിലേക്ക് ഞാൻ കടക്കാം. ഞാൻ 1990കളിൽ ആണ് എൻ്റെ കരിയർ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ ഈ 90കളിലൊക്കെ ഒരു ഗവൺമെൻറ് ജോലി കിട്ടുക വളരെ എളുപ്പമാണ്. 88ലാണ് ഞാൻ എൻ്റെ 10th പാസ്സാകുന്നത്. ഫസ്റ്റ് ക്ലാസ്സോടുകൂടി 88ൽ ഞാൻ 10th പാസ്സായി, നല്ല മാർക്കോടുകൂടി. അതുവരെ കുടുംബത്തിലുണ്ടായിരുന്ന ഏറ്റവും ഹയസ്റ്റ് മാർക്കാണ്. അതിനുശേഷവും എൻ്റെ കസിൻസിൽ ഒരാളോ രണ്ടുപേരോ മാത്രമാണ് എൻ്റെ മാർക്ക് ബ്രേക്ക് ചെയ്തിട്ടുള്ളൂ. ബാക്കി ഹയർ പൊസിഷനിലായിരുന്നു. അന്ന് മുതൽ എൻ്റെ കസിൻസ് വരെയുള്ള ഒരു ജേണിയിൽ. അത് കഴിഞ്ഞിട്ട് പ്രീ ഡിഗ്രിക്ക്, അന്ന് പ്രീ ഡിഗ്രിയാണ്, പ്രീ ഡിഗ്രിക്ക് സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ച് അവിടെയും ക്ലാസ് മാർക്ക് വാങ്ങിച്ചു. 2 ബ്രദേഴ്സിന് ഗവൺമെൻറ് ജോലിയുണ്ട്. അവർ കല്യാണം കഴിച്ച അവരുടെ വൈഫിനും ഗവൺമെൻറ് ജോലിയുണ്ട്. വീട്ടിലും കുടുംബത്തിലും കസിൻസിനും അയൽവക്കക്കാർക്കും നാട്ടുകാർക്കും എല്ലാം ആ ഒരു സമയത്ത് ഗവൺമെൻറ് ജോലി, പ്രത്യേകിച്ച് തിരുവനന്തപുരം എന്ന് പറയുന്നത് ഗവൺമെൻറ് ജോലി ഇല്ല എങ്കിൽ നമുക്ക് ജോലിയേ ഇല്ല എന്ന് വിചാരിക്കുന്ന ഒരു സമൂഹമാണ്. അപ്പം ആ ഒരു എനിക്ക് മാത്രം കരിയർ ചോദ്യചിഹ്നമായി. കല്യാണം കഴിക്കുന്നു, മക്കളാകുന്നു, അത് കഴിഞ്ഞ് സൗദി അറേബ്യയിൽ പോയി കിങ് ഫഹദ് ആംഡ് ഫോഴ്സിൽ ജോലി നോക്കുന്നു കുറേ നാൾ. അത് കഴിഞ്ഞ് നാട്ടിൽ വരുന്നു. നാട്ടിൽ വന്നിട്ട് കുറേ ബിസിനസ്സുകൾ എല്ലാം പൊട്ടി പരാജയപ്പെടുന്നു. എൻ്റെ വീട് ഞാൻ ലേഡീസ് ഹോസ്റ്റലാക്കുന്നു. നാട്ടിൽ വന്നിട്ട് ലേഡീസ് ഹോസ്റ്റൽ എമ്പാടും പരാജയപ്പെടുന്നു. അത് കഴിഞ്ഞ് ഞാനൊരു കാറ്ററിംഗ് സർവീസ് പോലെ തുടങ്ങുന്നു. അത് പൊട്ടി പരാജയപ്പെടുന്നു. അങ്ങനെ പരാജയങ്ങളുടെ ഘോഷയാത്രകൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ കരിയർ ബിൽഡ് ചെയ്ത് തുടങ്ങിയത്. അത് ഞാൻ എൻ്റെ മൈൻഡ് പവറിലൂടെയാണ് എൻ്റെ കരിയർ ബിൽഡ് ചെയ്തത്. ഇപ്പോൾ എനിക്ക് ഞാൻ വെറുതെ ഇരുന്നാലും പൈസ വരുമെന്ന് ഞാൻ നിങ്ങളോട് വെറുതെ പറയുന്നതല്ല. ഞാൻ എൻ്റെ മൊബൈലൊക്കെ സൈലൻറ്റിൽ ഇട്ടിട്ടില്ല എങ്കിൽ പൈസ വരുന്ന ഒച്ച കേൾക്കാം. കാരണം എനിക്ക് ഒരുപാട് കോഴ്സുകളുണ്ട്, വീടുകൾ റെൻറ്റിന് കൊടുത്തിട്ടുണ്ട്, ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് ഇൻകം വന്ന് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഞാൻ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരുപാട് കരിയറുകളുണ്ട്. അത് എങ്ങനെ ഞാൻ നേടിയെടുത്തു എന്നുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രചോദനമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത്. കരിയർ എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടി, എനിക്ക് മാത്രം എന്തേ കിട്ടിയില്ല? ആലോചിച്ച് നോക്കൂ. ഹയസ്റ്റ് മാർക്ക് വാങ്ങി കുടുംബത്തിൽ പാസ്സായിട്ട് ബാക്കി എല്ലാവരും ഗവൺമെൻറ് ജോലിക്കാർ, ഞാൻ മാത്രം എന്ത് ജോലി എന്ന് ചോദിച്ചാൽ ഒരു ദിവസം ഒരു ജോലി പറയാം, അടുത്ത ദിവസം വേറെ ജോലി പറയണം. ആ ഒരു അവസ്ഥയിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളായി മാറുക. എൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാർക്കൊക്കെ നല്ല നല്ല ജോലി, അന്നൊക്കെ ജോലി കിട്ടാൻ ഇന്നത്തെ കാട്ടിയൊക്കെ നല്ല എളുപ്പമായിരുന്നല്ലോ. അപ്പോൾ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടുമായിരുന്നു. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോയി നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ കാണുമ്പോൾ അവരൊക്കെ എൻ്റെ അത്ര പഠിക്കാത്ത കുട്ടികൾക്ക് പോലും നല്ല നല്ല പൊസിഷനുകളിൽ ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നു. അപ്പോൾ അവരൊക്കെ ചോദിക്കുന്നു, എന്താ എവിടെ എത്തി, എന്ത് ചെയ്യുന്നു, എന്താ ഇപ്പോൾ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അവരെ ഫേസ് ചെയ്യാൻ മടി. എനിക്കൊരു ഗ്രൂപ്പ് പോലുമില്ല, ക്ലാസ് പഴയ ക്ലാസ്സുകളുടെ അവിടെ ഒന്നും ഞാൻ ഫേസ് ചെയ്യില്ല. കാര്യം എനിക്ക് ഭയങ്കര നാണക്കേടാണ്. എന്നെ കുറച്ച് എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ളവരുണ്ടാകുമല്ലോ. അയ്യോ ഇവൾ പഠിക്കുന്നതാണ്, അപ്പോൾ ഇവൾക്ക് എന്തെങ്കിലുമൊക്കെ ഇത് കിട്ടുമെന്നുള്ള കുറച്ച് എക്സ്പെക്റ്റേഷൻസ് ഉള്ള കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ അവരെന്നും കാണാതിരിക്കാൻ വേണ്ടി കഴിവിൻ്റെ പരമാവധി ഒളിച്ച് നടന്ന ഒരാളായിരുന്നു. ആ ഒരാൾ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനലിലൂടെ വന്നിരുന്ന് എൻ്റെ കരിയറിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ വളരെ പ്രൗഡാണ്. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ കരിയർ ബ്ലോക്കുള്ള ഓരോരുത്തരും പ്രൗഡാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് കരിയർ ബ്ലോക്കുകളെക്കുറിച്ച് പറഞ്ഞാൽ എന്തൊക്കെ തരം കരിയർ ബ്ലോക്കുകളാണ് നമുക്ക് വരാറുള്ളതെന്ന് നമുക്ക് നോക്കാം. ഒന്ന് ഫിയർ ഓഫ് ഫെയിലിയറാണ്, നമുക്ക് ആത്മവിശ്വാസക്കുറവ്. എനിക്കിങ്ങനെ ജോലിയൊന്നും കിട്ടത്തില്ല, എനിക്കത്ര കഴിവൊന്നുമില്ല, ഒരു ഇൻ്റർവ്യൂവിന് പോയാൽ എനിക്ക് എന്നെ പ്രസൻറ്റ് ചെയ്യാൻ അറിയില്ല. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു പരാജയപ്പെടുമെന്നുള്ള ഒരു ഫിയർ ഓഫ് ഫെയിലിയറാണ്, പരാജയപ്പെടുമെന്നുള്ള ഒരു തോൽവിയാണ്. അതെന്തുകൊണ്ടാണ്? നമ്മുടെ ആത്മവിശ്വാസക്കുറവ് കൊണ്ടാണ് വരുന്നത്. പിന്നെ ഫിയർ ഓഫ് റിജക്ഷനാണ്, നമ്മൾ എവിടെ പോയാലും നമുക്ക് റിജക്ഷനുണ്ട്. ഇതൊക്കെ ഉണ്ട് കേട്ടോ, ഉണ്ടായിരുന്നു, ഇതൊക്കെ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. ഫിയർ ഓഫ് റിജക്ഷനുണ്ട്.
എവിടെ പോയാലും നമ്മളെ റിജക്റ്റ് ചെയ്യും. ഞാൻ സൗദി അറേബ്യയിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് നല്ല സാലറി ഉള്ള ജോബാണ്. പക്ഷേ അവിടെ 13 ഫിലിപ്പിനോസ്, 12 ബാക്കി രാജ്യക്കാർ, ഒരൊറ്റ ഇന്ത്യൻ, ഞാൻ മാത്രം. അപ്പോൾ എനിക്ക് എപ്പോഴും ആ ഒരു ഫിയർ ഓഫ് റിജക്ഷൻ ഉണ്ട്. കാര്യം എവിടെ പോയാലും നമ്മളാണ് റിജക്റ്റ് ചെയ്യപ്പെടുക. അപ്പോൾ ആ ഒരു എപ്പോൾ പറഞ്ഞു വിടുക. അപ്പോൾ സ്വദേശിവൽക്കരണമൊക്കെ ഇങ്ങനെ വരുന്ന ഒരു കാലഘട്ടം ആയിരുന്നു സൗദി അറേബ്യയിൽ. അപ്പോൾ നമുക്ക് പോകാൻ, അതായത് ഞാൻ ആംഡ് ഫോഴ്സിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ആംഡ് ഫോഴ്സിൽ ഡേ കെയറിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അതൊക്കെ ഗവൺമെൻറ് ജോലിയാണ്, ഗവൺമെൻറ് ആയിട്ട് ബന്ധപ്പെട്ട ജോലികളാണ്. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളെയൊക്കെ ആയിരിക്കും ആദ്യം പറഞ്ഞു വിടുക. അങ്ങനെ ഒരു ഫിയർ ഓഫ് റിജക്ഷൻ എനിക്ക് ജോയിൻ ചെയ്ത അന്ന് മുതലുണ്ടായിരുന്നു. എപ്പോൾ പോവും എന്നുള്ള. അപ്പോൾ അതൊരു ബ്ലോക്കാണ് നമ്മളുടെ. പിന്നെ നമുക്ക് സെൽഫ് ഡൗട്ട് പ്രധാനമായിട്ടും ഉണ്ട്, നമുക്ക് അതിനുള്ള കഴിവില്ല. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് കഴിവില്ല എന്ന് നമ്മൾ സ്വയം തീരുമാനിക്കുന്നത് കൊണ്ടാണ്. പിന്നെ ഇതെല്ലാത്തിനെക്കുറിച്ച് നമ്മൾ ഓവർ തിങ്ക് ചെയ്യും. അതെന്തുകൊണ്ടാണ്? ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മളിത് അതാണോ ഇതാണോ എന്നുള്ള ഓവർ തിങ്ക് ചെയ്യും. ക്ലാരിറ്റി ഇല്ല നമുക്ക്. പിന്നെ നമുക്ക് എല്ലാവർക്കും ഇതെല്ലാം കൂടെ വരുമ്പോൾ ഉള്ളൊരു പ്രൊക്കാസ്റ്റിനേഷൻ ഉണ്ടാവും, മടിയുണ്ടാവും. കാര്യം നമ്മൾ ഇത്രയും സ്ട്രഗിൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് മെൻ്റലി ഡൗൺ ആകും, ഫിസിക്കലി ഡൗൺ ആകും. അപ്പോൾ നമ്മൾ പ്രൊക്കാസ്റ്റിനേഷൻ നമുക്ക് വരും. പിന്നെ നമുക്ക് ശരിയായിട്ടൊരു സ്കില്ലുണ്ടാവില്ല. സ്കിൽ ഡെവലപ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നമ്മൾ പഠിക്കുന്ന സമയത്തോ എനിക്കിപ്പോൾ പ്രീ ഡിഗ്രി ഉണ്ട്, ഡിഗ്രി ഉണ്ട്, അതൊന്നും ഒരു സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള കാര്യമല്ല. ഇപ്പം ഞാൻ സ്റ്റിച്ചിങ് പഠിപ്പിക്കുന്നു, അതൊരു സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സാണെന്ന് പറയാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു കോഴ്സ് നമുക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ച് സ്വയം ബിസിനസ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു സ്കില്ല് സ്വന്തമായിട്ടുള്ളവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകും. അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് ഡിഗ്രി പാസ്സായവർക്കും എല്ലാവർക്കും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ കമ്പാരിസൺ ചെയ്യും. ഞാനിപ്പോൾ പറഞ്ഞില്ലേ, എത്ര കമ്പാരിസൺ ഞാൻ ചെയ്തു, കസിൻസുമായിട്ട് ചെയ്തു, വീട്ടിലുള്ള ആൾക്കാരുമായിട്ട് ചെയ്തു, എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ചെയ്തു. ഈ ഒരു കമ്പാരിസൺ നമുക്ക് ഭയങ്കര നെഗറ്റീവാണ്. കാര്യം നമ്മൾ എപ്പോഴും നമുക്ക് കിട്ടിയില്ല എന്നുള്ളതിന് ഉപരിയായിട്ട് നമ്മൾ ചിന്തിക്കുന്നു അവർക്ക് കിട്ടി, ഇവർക്ക് കിട്ടി, എനിക്ക് കിട്ടിയില്ല, അങ്ങനെയാണ് ചിന്തിക്കുന്നത്. എനിക്ക് കിട്ടിയില്ല എന്ന് മാത്രമല്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ കമ്പാരിസണിൽ മുറുകെ പിടിക്കും. കമ്പാരിസൺ നമ്മൾ എപ്പോഴും, അല്ലെങ്കിൽ വീട്ടുകാരെങ്കിലും കമ്പയർ ചെയ്ത് പറയുന്നത് നമ്മൾ എപ്പോഴും കേൾക്കും. അതുകൊണ്ടൊക്കെ നമുക്ക് ലോ കോൺഫിഡൻസ് ആയിരിക്കും. നമ്മുടെ കോൺഫിഡൻസ് സീറോയോ മൈനസോ നെഗറ്റീവോ ഒക്കെ ആയിരിക്കും. പിന്നെ നമുക്ക് എപ്പോഴും ഐ ആം നോട്ട് ഗുഡ് ഇനഫ്, നമ്മൾ നല്ലതല്ല, ഇതിനൊന്നുമുള്ള കഴിവില്ല എന്നൊക്കെ എപ്പോഴും നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുപോലത്തെ കുറേ ലിമിറ്റിംഗ് ബിലീഫ്സ് ഉണ്ടാവും നമുക്ക്. എനിക്ക് ജോലിയൊന്നും കിട്ടാൻ പോകുന്നില്ല, എൻ്റെ തലയിലെഴുത്ത് ഇതാണ്, എനിക്ക് ശനിയാണ്, എനിക്ക് ചൊവ്വയാണ്, അങ്ങനെ കുറേ ലിമിറ്റിംഗ് ബിലീഫുകൾ നമുക്ക് ഉണ്ടാവും. പിന്നെ അടുത്തത് നമുക്ക് ടോക്സിക് ആൾക്കാരുമായിട്ടുള്ള റിലേഷൻഷിപ്പുകളുണ്ടാകും. ലോ ഫ്രീക്വൻസി ആൾക്കാരുമായിട്ടുള്ള ബന്ധം ഉണ്ടാകും. ടോക്സിക് എൻവയോൺമെൻറ്റിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. എല്ലാവരും നമ്മൾ വെളിയിലിറങ്ങുമ്പോൾ ജോലി കിട്ടിയില്ലേ, പാസ്സായോ എന്ന് ചോദിക്കുന്ന ഒരു ടോക്സിക് എൻവയോൺമെൻറ്റ് നമുക്ക് ചുറ്റും ഉണ്ടാകും. ഇതൊക്കെ നമുക്ക് നമ്മുടെ ബ്ലോക്കുകളായിട്ട് മാറും. പിന്നെ മണി ഓറിയൻറ്റഡ് ആയിട്ട് വരുന്ന ബ്ലോക്കുകളുണ്ടാവും. മണി ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കരിയർ ബ്ലോക്ക് വരും. കാര്യം എന്താ, കരിയർ ബ്ലോക്ക് റെഡി ആകുകയാണെങ്കിൽ മണി ബ്ലോക്ക് മാറിയാലേ പറ്റുള്ളൂ. അപ്പം മണി ബ്ലോക്ക് മാറ്റിയാൽ മാത്രമേ നമുക്ക് കരിയറിൽ ഒരു ഇതുണ്ടാകുള്ളൂ. മണി ബ്ലോക്കുകൾ മാറ്റുക എന്നുള്ളതും ഒരിതാണ്. പിന്നെ റിലേഷൻഷിപ്പിൽ വരുന്ന ഇഷ്യൂസ്, അച്ഛൻ അമ്മയായിട്ടൊക്കെ വരുന്ന ഇഷ്യൂസൊക്കെ നമ്മുടെ കരിയറിനെ ബ്ലോക്ക് ചെയ്യിക്കും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഓപ്പനോ പ്രെയർ ചൊല്ലി നമ്മൾ ഫോർഗീവ്നെസ് പ്രാക്ടീസും ചെയ്ത് നമ്മൾ റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, എസ്പെഷ്യലി അച്ഛൻ അമ്മ, അങ്ങനെ അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പുകൾ എപ്പോഴും നമുക്ക് കരിയർ ബ്ലോക്കിന് ഒരു വലിയൊരു റീസൺ ആകാറുണ്ട്. അപ്പോൾ ഏതാണ്ട് ഇത്രയുമൊക്കെ റീസൺസാണ്, ബ്ലോക്കുകളാണ് നമുക്ക് പ്രധാനമായിട്ടും ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ബ്ലോക്കുകളിൽ ഏതൊക്കെ ബ്ലോക്കുകളിൽ പെട്ടിരിക്കുകയാണ്? മിക്കവരും 4-5, ചിലർ ഒരുവിധം എല്ലാത്തിലും
ഞാനൊക്കെ ഏതാണ്ട് എല്ലാ ബ്ലോക്കിലും ഉള്ള ഒരാളായിരുന്നു. ഉണ്ടാകും. അപ്പോൾ നമ്മൾ ആ ബ്ലോക്കുകൾ ഒന്ന് എഴുതി വെക്കുക. എനിക്ക് ഇന്ന ബ്ലോക്കുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്, തിരിച്ചറിയുക നമുക്ക് എന്തൊക്കെ ബ്ലോക്കുകളാണ് പ്രധാനമായിട്ടും ഉള്ളത്. എന്ത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിന് പരിഹാരം കാണാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ വെറുതെ ബ്ലോക്കാണ്, എനിക്ക് എനിക്ക് എവിടെ തിരിഞ്ഞാലും ബ്ലോക്കാണ്, അങ്ങനെ നമ്മൾ പറയുന്നതിനപ്പുറത്തേക്ക് എന്തുകൊണ്ട്, എങ്ങനെ വന്നു, എന്താണ് എനിക്ക് സംഭവിച്ചത്, അത് ക്ലാരിറ്റിയോടുകൂടി തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിന് വേണ്ടുന്ന പരിഹാരം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ ഓപ്പനോ പ്രെയർ ചൊല്ലുക, വെറുതെ അത് ചെയ്യുക, അങ്ങനെയല്ല. നമുക്ക് നമ്മളെക്കുറിച്ചൊരു ക്ലാരിറ്റി ഉണ്ടാവണം. നമുക്ക് എവിടെയാണ് ബ്ലോക്ക്, എന്തൊക്കെ നെഗറ്റീവ് പോയിൻറ്റ്സാണ് എനിക്ക് ഈ കരിയറുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഒരു കംപ്ലീറ്റ് രൂപരേഖ നമുക്ക് ഉണ്ടാകണം. അപ്പോൾ ഇതിലേതൊക്കെ ബ്ലോക്കുകളാണ് നിങ്ങൾക്കുള്ളത് എന്നുള്ളത് നിങ്ങളൊന്ന് എഴുതി വയ്ക്കൂ. അപ്പോൾ നമുക്കിതിൻ്റെ പരിഹാരങ്ങളും കൂടി നോക്കാം. നമുക്കിനി കരിയർ ബ്ലോക്കുകൾ മാറ്റി നമുക്ക് നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. കരിയർ ബ്ലോക്ക് മാറാൻ കമ്പാരിറ്റീവ്ലി കുറച്ച് ബുദ്ധിമുട്ടാണ്. കാര്യം കരിയർ എന്ന് പറയുന്നത് മണി ഫ്രീക്വൻസി, റിലേഷൻഷിപ്പിലെ ഫ്രീക്വൻസി എല്ലാം ഒത്തു വന്നാൽ മാത്രമാണ് നമുക്ക് കരിയർ ആ ഒരു ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ. അപ്പോൾ ഏറ്റവും ടഫായിട്ടുള്ള ഒരു ഫ്രീക്വൻസി കിടക്കുന്നത് കരിയർ ഫ്രീക്വൻസിയാണ്. നമുക്ക് എത്തിപ്പിടിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഫ്രീക്വൻസി ലെവലിലാണ് ഈ കരിയർ ഫ്രീക്വൻസി നിൽക്കുന്നത്. പക്ഷേ നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ ഇത് മാറ്റിയെടുക്കാമെന്നുള്ളതേ ഉള്ളൂ. അതിന് കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം, നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥയെ നമ്മളങ്ങ് എഴുതുക എന്നുള്ളതാണ്. നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ, എന്ത് തരം തോട്ടുകളാണ് നമുക്ക് മനസ്സിൽ വരുന്നത്. നമുക്ക് ഈ ജോലി ഇല്ലാത്തത് കൊണ്ട് നമ്മൾക്ക് വീട്ടിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, നാട്ടുകാരുടെ ഇടയിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ നമുക്ക് ഇരുന്ന് എഴുതുക. എന്തൊക്കെയാണ് എനിക്കൊരു ജോലി, കൃത്യമായ ജോലി, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന ജോലി കിട്ടാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നിലവിലത്തെ ജോലി കൊണ്ട് എനിക്കുള്ള ബുദ്ധിമുട്ടുകൾ, ഫ്യൂച്ചർ നല്ലൊരു ജോലി കിട്ടാത്തത് കൊണ്ടും എനിക്കുള്ള ബുദ്ധിമുട്ടുകൾ ആദ്യം നമ്മൾ വിശദമായിട്ട് എഴുതുക. മനസ്സ് തുറന്ന് ഒറ്റയ്ക്കിരുന്ന്, ആരുമില്ലാത്ത ഒരു സ്ഥലത്തിരുന്ന് മനസ്സ് തുറന്ന് എഴുതുക. എഴുതിയതിന് ശേഷം അതിനെ നമ്മളങ്ങ് കത്തിച്ച് കളയുക. അപ്പോൾ നമുക്കൊരു റിലാക്സ് ഫീൽ ചെയ്യും. അതാണ് നമ്മൾ ആദ്യം ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കുക. എന്താണ് എനിക്ക് വേണ്ടത് എന്നുള്ളത്. പാസ്റ്റ് കഴിഞ്ഞു, നമ്മൾ കത്തിച്ച് കളഞ്ഞു. ഇനി നമ്മൾ ഫ്യൂച്ചറിസ്റ്റിക്കായിട്ട്, ഫ്യൂച്ചറിൽ എനിക്ക് എന്താണ്, എൻ്റെ പാഷൻ എന്താണ്, എനിക്ക് എന്ത് ജോലി കിട്ടണം, എനിക്ക് എത്ര രൂപ സാലറി കിട്ടണം, എനിക്ക് ഏത് സ്ഥലത്ത് ജോലി കിട്ടണം. അപ്പോൾ ക്ലാരിറ്റി ഉണ്ടെങ്കിലാണ് നമുക്ക് എന്തും കിട്ടാൻ എളുപ്പം, മാനിഫെസ്റ്റ് ചെയ്യാൻ എളുപ്പം. നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവണം. അല്ലാതെ നമ്മൾ എനിക്ക് എന്തെങ്കിലും ജോലി കിട്ടട്ടെ, എനിക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് കിട്ടില്ല. നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റി ഉണ്ടാകണം. അറ്റ്ലീസ്റ്റ് നമുക്കൊരു കമ്പനി, ആ കമ്പനിയിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, നമ്മൾ ഏത് വണ്ടിയിൽ പോകും എന്നുള്ളതുൾപ്പെടെ, എത്ര രൂപ സാലറി വാങ്ങുന്നു എന്നുള്ളതുൾപ്പെടെ ഒരു ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. പിന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യണം, മണി സ്പെൻഡ് ചെയ്യണം. അതായത് പുതിയ സ്കിൽ ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കുക. നമുക്ക് സ്കില്ലൊക്കെ കുറവാണെങ്കിൽ അത് പഠിക്കുന്നതിന് വേണ്ടി പൈസയും ടൈമും സ്പെൻഡ് ചെയ്യാം. സെൽഫ് ടോക്ക് എപ്പോഴും പോസിറ്റീവായിട്ട് നമ്മളെ മൈൻഡിനെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കണം. ഞാൻ ഇന്ന പൊസിഷനിലെത്തും. നിങ്ങൾ പറഞ്ഞു നോക്കൂ, 50 വയസ്സായിട്ടാണ് എനിക്ക് കരിയറായത്. ഞാൻ ആഗ്രഹിച്ച കരിയറിലേക്ക് ഞാൻ എത്തിച്ചേരുമ്പോൾ എൻ്റെ പ്രായം 50കളോടടുത്തു. അപ്പോൾ എല്ലാവരും അങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ കരിയർ കിട്ടുക എന്നുള്ളതിനെക്കാട്ടിയും ഏറ്റവും നല്ല കരിയർ കിട്ടുക, നമ്മൾക്ക് സ്വപ്ന തുല്യമായ കരിയർ കിട്ടുക എന്നുള്ളതല്ലേ നല്ലത്. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്നെ സംബന്ധിച്ച് എൻ്റെ ബോസ് ഞാനാണ്. ഞാൻ അങ്ങനെ ഒരു വലിയ ഹാർഡ് വർക്കൊന്നും ചെയ്യണ്ട. ഇപ്പം നിങ്ങളുമായിട്ട് ഞാനിങ്ങനെ സംസാരിക്കുന്ന ഈ വീഡിയോ അപ്ലോഡ് ചെയ്താൽ തന്നെയും ഞാൻ ഈ സംസാരിക്കുന്ന ജോലി മാത്രമേ എനിക്കുള്ളൂ. ബാക്കി അപ്ലോഡ് ചെയ്യുക, അതിനെ ഇതൊക്കെ ചെയ്യുന്നതൊക്കെ വേറെ ആൾക്കാരാണ്. കിട്ടുന്ന പൈസ ആർക്കാ? എനിക്കാണ്. അപ്പം കരിയർ എന്ന് പറയുന്നത് ഇന്ന് കിട്ടി
ഇന്ന് തന്നെ കിട്ടണം എന്നുള്ളതല്ല. നമുക്ക് ഏറ്റവും നല്ല കരിയറിലേക്ക് നമ്മൾ എത്തപ്പെടുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. നമുക്ക് ഒരു കരിയർ മാത്രമല്ല, പല 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 വഴികളിലൂടെയും നമുക്ക് കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റും. പല പല ബിസിനസ്സുകൾ നമുക്ക് ചെയ്യാൻ പറ്റും അറ്റ് എ ടൈം. അപ്പം അങ്ങനെ നമ്മൾ താമസിച്ചു പോയോ താമസിച്ചു പോയേ എന്ന് പറയുന്നവർക്ക് ഒട്ടും താമസിച്ചിട്ടില്ല. അങ്ങനെ താമസം എന്ന് ലേറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. നമുക്ക് കിട്ടുമ്പോൾ ഏറ്റവും നല്ലത് കിട്ടും. ഏറ്റവും മനോഹരമായിട്ട് കിട്ടുന്നതിന് കുറച്ച് വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാകും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നേരത്തെ കിട്ടിയവരുടെ കരിയറൊക്കെ കുറച്ച് കഴിയുമ്പം അവർക്ക് നഷ്ടപ്പെടും അല്ലേ. അതേസമയം താമസിച്ച് കിട്ടുന്നവർക്ക് ചിലപ്പോൾ ലൈഫ് ടൈം നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയൊന്നും നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ കമ്പയർ ചെയ്യേണ്ട. ഒന്നാമത്തെ കാര്യം, ഓരോരുത്തർക്കും എല്ലാവരും യുണീക്കാണ്. ഓരോരുത്തർക്ക് ദൈവം ഓരോരോ കഴിവ് കൊടുക്കുന്നു. ഓരോരോ എല്ലാവർക്കും, നമുക്കുൾപ്പെടെ എല്ലാവർക്കും കഴിവുകൾ തന്നിട്ടുണ്ട്. അത് നമ്മൾ എത്രത്തോളം വിനിയോഗിക്കുന്നു എന്നുള്ളത് നമ്മുടെ കഴിവ്. മറ്റുള്ളവരെ നമ്മൾ നോക്കണ്ട. പിന്നെ ഫോക്കസ് കൊടുക്കുക. എപ്പോഴും നമ്മുടെ ഫോക്കസ് നമ്മുടെ കരിയർ റിലേറ്റഡ് ആയിട്ടായിരിക്കണം. എവിടെയൊക്കെ വേക്കൻസികൾ വരുന്നുണ്ട്, എനിക്ക് എവിടെയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും, എനിക്ക് എന്തൊക്കെ ഡെവലപ്പ് ചെയ്തെടുത്താൽ എനിക്ക് ഈ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും, അങ്ങനെ എപ്പോഴും നമ്മുടെ സംസാരവും നമ്മളുടെ സെൽഫ് ടോക്കും എല്ലാം കരിയർ ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കണം. അതിന് വേണ്ടുന്ന ആക്ഷൻസ് എടുക്കണം. പല പല ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. നമുക്ക് ചിലപ്പോൾ ആവശ്യമില്ലാത്ത ജോലിയായിരിക്കും, പക്ഷെ നമ്മൾ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് കോൺഫിഡൻസ് കൂടും ഇൻ്റർവ്യൂവിന്. നമുക്ക് വേണ്ട ആ ജോലി, പക്ഷേ എന്നാലും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകണം. അപ്പോൾ കുറേ ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കോൺഫിഡൻസ് വരും. ആവശ്യമില്ലാത്ത ജോലിയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ നമ്മളുടെ മനസ്സിനെ എപ്പോഴും അഫർമേഷൻ കൊണ്ട് ഐ ആം കോൺഫിഡൻറ്റ്, മൈ കരിയർ ഈസ് ഗ്രോയിങ് എവ്രി ഡേ, അങ്ങനെ പറഞ്ഞ് മനസ്സിനെ എപ്പോഴും ഒരു പോസിറ്റീവ് വൈബിൽ നിർത്താൻ ശ്രമിക്കുക. നെഗറ്റീവ് ആൾക്കാരുമായിട്ടുള്ള എല്ലാ കൂട്ടുകെട്ടും ഉപേക്ഷിക്കുക. നെഗറ്റീവ് ആൾക്കാരാണ് സത്യത്തിൽ കരിയർ ബ്ലോക്കിൻ്റെ ഏറ്റവും പ്രധാന പ്രശ്നം. എൻ്റെ അനുഭവത്തിൽ ഞാൻ അങ്ങനെയാണ് പറയുന്നത്. നമ്മൾ നെഗറ്റീവ് ആൾക്കാരെ മാറ്റി നിർത്തുക. അവർ ചിലപ്പോൾ പോസിറ്റീവായിരിക്കും, നമുക്കവർ ചിലപ്പോൾ നെഗറ്റീവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റിയാൽ കുറച്ച് കാലത്തെങ്കിലും ടെമ്പററി ആയിട്ടെങ്കിലും ഒഴിവാക്കി നമ്മളുടെ ഒരു കരിയറിന് വേണ്ടി പോവുക. മിക്കവരും ഒക്കെ കണ്ടിട്ടില്ലേ, ബിസിനസ് ചെയ്യുന്നവരൊക്കെ അവരുടെ നാട് വിട്ട് വേറെ നാട്ടിൽ പോയിട്ടായിരിക്കും അവർക്കൊരു കരിയർ ഗ്രോത്ത് ഉണ്ടാകുന്നത്. സ്വന്തം നാട്ടിൽ അവർക്ക് കരിയർ ഭയങ്കര മോശമായിരിക്കും. അത് അവരുടെ എൻവയോൺമെൻറ്റ് ടോക്സിക് ആയതുകൊണ്ടാണ്. അപ്പോൾ അവർ വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ അവരുടെ ആ ഒരു ടോക്സിസിറ്റി മാറുമ്പോൾ അവരുടെ ഗ്രോത്ത് തന്നെ ഉയർന്നു വരും. മിക്കവാറും ഉയർന്നു വന്നിട്ടുള്ള ബിസിനസ്സുകാരെയൊക്കെ എടുത്തു നോക്കിയാൽ അവരൊക്കെ അങ്ങനെയാണ്. ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പലായനം ചെയ്ത് അവിടെ പച്ച പിടിച്ച് രക്ഷപ്പെട്ടവരാണ്. അപ്പോൾ അങ്ങനെ നമുക്കും നമ്മുടെ ചുറ്റുപാടുമൊക്കെ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമുക്കും ഇത്തരം ഒരു വേറെ എവിടെയെങ്കിലും അടുത്തെവിടെയെങ്കിലോ കുറച്ച് ദൂരെയൊക്കെ മാറി താമസിച്ചുകൊണ്ട് നമ്മുടെ കരിയറിൽ ഫോക്കസ് ചെയ്ത് നോക്കാവുന്നതാണ്. അങ്ങനെ വേണമെങ്കിൽ ആലോചിക്കാം. ഇനി നമ്മൾ മോർണിംഗിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യുക. രാവിലെ എഴുന്നേറ്റ ഉടനെ ഡീപ്പ് ബ്രീത്ത് എടുക്കുക, ബ്രീത്തിങ് എക്സസൈസ് എടുക്കുക. അതിനോടൊപ്പം തന്നെ ഐ ആം കാം, ഐ ആം റെഡി എന്നുള്ള യൂണിവേഴ്സിന് സിഗ്നൽ കൊടുക്കുക. നമ്മളിങ്ങനെ ശ്വാസം എടുത്ത് ഇത് പുറത്തേക്ക് പോകുന്നതിനോടൊപ്പം ഐ ആം കാം, ഐ ആം റെഡി എന്ന് യൂണിവേഴ്സിന് രാവിലെ എഴുന്നേറ്റ് ഒരു സിഗ്നൽ കൊടുക്കുക എന്നുള്ളതാണ് കാര്യം. ഞാൻ റെഡി ആയിട്ടുണ്ട്, ഞാൻ കാമാണ് എന്നുള്ള നമ്മുടെ മൈൻഡിന് നമ്മൾ ആ ഒരു സിഗ്നൽ കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബോഡി മൂവ് ചെയ്യുക. രാവിലെ എഴുന്നേറ്റ ഉടനെ ഡാൻസ് കളിക്കുക. ഡാൻസ് കളിച്ചാൽ നമ്മുടെ സ്റ്റക്ക് ഇമോഷൻസ് ഒക്കെ പോകും. ഡാൻസ് കളിക്കുക, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുക, സൈക്ലിംഗ് ചെയ്യുക. ഉറപ്പായിട്ടും രാവിലെ ബോഡിയെ ഒന്ന് മൂവ് ചെയ്യിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. കുറേ സ്റ്റക്ക് ഇമോഷൻസ് ഒക്കെ പോകുന്നത് നമ്മുടെ ബോഡി ഇങ്ങനെ നിരന്തരം മൂവ് ചെയ്യുമ്പോഴാണ്. പിന്നെ നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യണം. 5 മിനിറ്റ് എങ്കിലും രാവിലെ വിഷ്വലൈസേഷൻ ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കൃത്യമായ ക്ലാരിറ്റി ഉണ്ടാകണം. നമുക്ക് എവിടെയാണ് ജോലി കിട്ടേണ്ടത്, നമുക്ക് എത്ര രൂപ സാലറി കിട്ടണം, നമ്മുടെ ഡ്രസ്സ് എന്തായിരിക്കും, നമ്മളെ വണ്ടി എന്തായിരിക്കും, നമ്മൾ ഉപയോഗിക്കുന്ന ബാഗ് എന്തായിരിക്കും എന്നൊക്കെ ഉള്ളത്, നമുക്ക് ആ കിട്ടുന്ന പൈസ കൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്യും എന്നൊക്കെയുള്ളത് നമ്മളിങ്ങനെ വെറുതെ സൈലൻ്റായിട്ടിരുന്ന് വിഷ്വലൈസ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളുടെ ഫ്രീക്വൻസിയെ ഉയർത്താൻ സഹായിക്കും.
പിന്നെ നിരന്തരം അഫർമേഷൻ പറഞ്ഞുകൊണ്ടേയിരിക്കുക. പിന്നെ ലിമിറ്റിംഗ് ബിലീഫ് ഒരു പേപ്പറിൽ എഴുതുക. ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫ് എഴുതുക. ഒന്നാമത് ഒരു കാര്യം എനിക്കിത് ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. എനിക്ക് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഐ ആം കേപ്പബിൾ എന്ന് ഓപ്പോസിറ്റ് എഴുതുക. അങ്ങനെ നമ്മൾ ഐ ആം ഗ്രോയിങ് എവ്രി ഡേ അങ്ങനെ നമുക്ക് നമ്മുടെ മനസ്സ് വിശ്വസിക്കുന്ന തരത്തിലുള്ള അഫർമേഷൻസ് സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു മുന്നേറ്റം നടത്താവുന്നതാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ കരിയറിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഇടയ്ക്കൊക്കെ നമ്മൾ ഡൗൺ ആയി പോകും. നമുക്ക് ഈ ചെയ്യുക എന്ന് പറയുന്നത് അത്ര വലിയ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് എല്ലാം അറിയാം. ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും എല്ലാം അറിയാം. ബ്ലോക്ക് മാറ്റാനുള്ള നൂതനമായ വഴികൾ അറിയാം. പക്ഷേ ഇതൊന്നും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു അപാകത. അത് എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട്. അവർക്കൊക്കെ എല്ലാ കാര്യങ്ങളും അറിയാം. പുതുതായിട്ട് ഞാനൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നും ആർക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഞാനിതൊരു കോച്ചോ ഇതെടുത്തിട്ടുള്ള ആളോ ഒന്നും അല്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പേര് എന്നോട് ഇങ്ങനെ ക്ലാസ് കിട്ടുമോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പം ഞാൻ അവരോട് പറയാനുള്ളത്, ഞാൻ ക്ലാസ് ഒന്നും എടുക്കുന്ന ആളല്ല. പക്ഷെ ഞാൻ ഒരുപാട് പേര് എന്നെ മെസ്സേജ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഓർത്തു, ക്ലാസ് എടുക്കേണ്ട ഒരാവശ്യവും ഒരാൾക്കും ഇപ്പോൾ ഇല്ല. യൂട്യൂബിലെല്ലാം പറയുന്നതിനപ്പുറത്തേക്കുള്ള ഒരു അറിവ് എനിക്കില്ല. പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ക്ലാസ് എടുക്കുന്നതിനെക്കാട്ടിയും എല്ലാവർക്കും ഉപകാരം ചെയ്യുക എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം ഒത്തിരി പേര്, ഞാനൊരു വാട്സപ്പ് പേജ് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ട് വിത്തിൻ 3-4 ദിവസം കൊണ്ട് 200 സംതിങ് കുട്ടികൾ അതിൽ ജോയിൻ ചെയ്തു. അപ്പോൾ അവർക്കെല്ലാം ഡെയിലി പ്രാക്ടീസ് വേണം. എന്തെങ്കിലും പ്രാക്ടീസ് ഉണ്ടെങ്കിലാണല്ലോ ഒരു ഇത് മുന്നോട്ട് പോവുക. അപ്പം ഞാൻ വിചാരിക്കുന്നു ഉടനെ തന്നെ ഒരു പ്രാക്ടിക്കൽസ് മാത്രമേ ഉള്ളൂ. ഒരു തിയറി ക്ലാസ്സും ഇല്ല. തിയറിയൊക്കെ ഞാൻ യൂട്യൂബ് വഴി പറഞ്ഞു തരും, എനിക്കറിയാവുന്ന കാര്യങ്ങൾ. ജസ്റ്റ് പ്രാക്ടിക്കൽ സെഷൻസ്. നമ്മൾ ഈ ഫോർഗീവ്നെസ് ചെയ്യുക, ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുക. കരിയറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ വിട്ടുപോയൊരു കാര്യമാണ്. ഫോർഗീവ്നെസ് വളരെ 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 നിർബന്ധമുള്ള ഒരു കാര്യമാണ് കരിയറിന്. ഫോർഗീവ്നെസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് എല്ലാ ബ്ലോക്കുകൾ മാറുന്നതിനും ഇത് രണ്ടും നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ അച്ഛനും അമ്മയ്ക്കും ഫോർഗീവ്നെസ് കൊടുക്കുന്നത് വഴി നമുക്ക് നമ്മുടെ കരിയർ ബ്ലോക്ക് മാറാൻ ഹെൽപ്പ് ചെയ്യുക. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ലൈവായിട്ട് ചെയ്യുക, കുറച്ച് പേര് ഒന്നിച്ചിരുന്ന് ലൈവായിട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് എനിക്കും ഇഷ്ടമുള്ള ഒരു കാര്യമായതുകൊണ്ട് ഞാൻ ഓർത്തു ഒരു ലൈവ് സെഷൻസ് തുടങ്ങാം. അത് വളരെ ചെറിയ ഫീസിൽ. ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ എനിക്ക് എൻ്റെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റേതായ ടൈം മാത്രമല്ല, എനിക്ക് സ്റ്റാഫ് ഉണ്ടാവണം, എനിക്ക് തന്നെ ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പം ആ ഒരു കോസ്റ്റ് എന്തായാലും ഉണ്ടാകും. അപ്പം പെർ മന്ത് 500 രൂപ വെച്ചിട്ട് ഞാനൊരു പ്രാക്ടിക്കൽ സെഷൻസ്, അതിൽ ആഴ്ചയിൽ 3 ലൈവ് സൂമോ ഗൂഗിൾ മീറ്റിലോ വന്ന് ലൈവായിട്ട് നമ്മൾ ഒന്നിച്ച് ഡാൻസും അഫർമേഷനും ഫോർഗീവ്നെസ് പ്രാക്ടീസും ഒരു തിയറി ക്ലാസ്സുകളും ഞാൻ എടുക്കുന്നതല്ല. ഒൺലി പ്രാക്ടിക്കൽ സെഷൻസ്. നമ്മൾ എന്തൊക്കെ ചെയ്യണം ലേഡീസിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ എനിക്കും ചെയ്യാം, നിങ്ങൾക്കും ചെയ്യാം. മണിയെക്കുറിച്ച് ഓരോ ദിവസം ഓരോ ടോപ്പിക്കായിരിക്കും. അങ്ങനെ 6 ടോപ്പിക്കായിരിക്കും നമ്മൾ കവർ ചെയ്യുക. ആഴ്ചയിൽ 3 ലൈവ് സെഷനും എല്ലാ ദിവസവും വാട്സപ്പിൽ നമ്മളുടെ ബാക്കി വർക്കുകളൊക്കെ വാട്സപ്പ് ഗ്രൂപ്പ് ത്രൂ ആയിരിക്കും. സാധാരണ വാട്സപ്പ് ഗ്രൂപ്പ് പോലെ അഡ്മിൻ ഒൺലി ഗ്രൂപ്പുകളായിരിക്കില്ല. നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് എക്സസൈസ് തരുന്ന, നിങ്ങൾ വർക്ക് ചെയ്തിടുന്ന ഒരു ക്ലാസ് ഗ്രൂപ്പായിരിക്കും ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങളുടെ ഫ്രീക്വൻസിയെ എപ്പോഴും എന്നും ഉയർത്തി നിൽക്കുക. ഒരു കുറച്ച് ഗ്രൂപ്പ് കുട്ടികളെ വെച്ചിട്ട് ഈ ഒരു ഫ്രീക്വൻസി ഉയർത്തി നിർത്തുക. എന്നും ഹൈ വൈബ്രേഷനിൽ നിർത്താൻ സാധിക്കുന്ന തരത്തിലുള്ള വർക്കുകളും ഒക്കെ ആയിട്ടൊരു
ഒരു ചെറിയൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു മാസത്തേക്ക് 500 രൂപയാണ് ഫീസ്. എന്ന് വേണേൽ ജോയിൻ ചെയ്യാം. അങ്ങനെ ഒരു ജോയിനിങ് ഡേറ്റ് ഇല്ല. കാര്യം ഇതൊരു ക്ലാസ് വൈസ് അല്ല, ജസ്റ്റ് പ്രാക്ടിക്കൽ സെഷനാണ്. 1 hour നീളുന്ന വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ സെഷനാണ് എൻ്റെ ഐഡിയയിൽ ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പം മന്ത്ലി 500 രൂപയുള്ള ഏതൊരാൾക്കും ചേരാൻ സാധിക്കുന്ന തരത്തിൽ മന്ത്ലി 500 രൂപ ചിലവാക്കിയാൽ ആ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ പറ്റും. അത് ഒത്തിരി പേരെയൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല, വളരെ കുറച്ച് പേരെ അറിയാമല്ലോ ലൈവ് സെഷനൊക്കെ ആകുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു കൂട്ടായ്മ ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. താല്പര്യമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താഴെ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം, അതിൽ കോണ്ടാക്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കരിയറും മണിയും റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള എല്ലാ ബ്ലോക്കുകളും മാറി കിട്ടണമെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യണം. എല്ലാ അറിവുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കത് തന്നെ വർക്കാവില്ല. നമ്മൾ സ്വന്തമായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ അതിനൊരു പ്ലാറ്റ്ഫോമാണ് ക്രിയേറ്റീവ് ലൈഫ് ഡിസൈൻ എന്ന് പറഞ്ഞ് ഞാൻ ഒരുക്കിയിരിക്കുന്നത്. അതിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ താങ്ക് യു സോ മച്ച്.